നമ്മൾ ഓൾഡ് മൂന്നാറിൽ നിന്ന് പോവുകയാണ്. ഇനി എനിക്കൊന്ന് ആർച്ച് ഡാം കാണാൻ വേണ്ടി പോകണമെന്ന് ആഗ്രഹമുണ്ട് ഇടുക്കിയിൽ. നടക്കുമെന്ന് അറിഞ്ഞൂടാ, പോയി വരാം. പോയിട്ട് കാണാം ഗൈസ്. ഒന്ന് പുറത്തിറങ്ങി കാണുന്ന കാഴ്ച ഓൾഡ് മൂന്നാർ ടൗൺ. നമ്മൾ തേയിലയൊക്കെ വാങ്ങിച്ച് വന്നു ഗൈസ്. ഇനി നമ്മൾ നേരെ ആനച്ചാലിലോട്ടാണ് പോവേണ്ടത്. തേയിലയൊക്കെ വാങ്ങിച്ച് ജസ്റ്റ് നിൽക്കുവാണ് ഗൈസ്. അയ്യോ അയ്യോ അയ്യോ. നമ്മൾ ആനച്ചാലിലെത്തിയിട്ടുണ്ട്. ആനച്ചാലിൽ നിന്ന് ഇനി എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടെ, നമ്മൾ ചോദിച്ച് പോകും. അങ്ങനെ നമ്മൾ അടിമാലി ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. ഇനി അവിടെ നമ്മൾ കട്ടപ്പന ബസ് കയറും. കട്ടപ്പനയിൽ നിന്ന് ചെറുതോണി ഇറങ്ങും. ചെറുതോണിയിൽ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ ഡാം കാണാൻ വേണ്ടി പോകും. അപ്പോൾ നമ്മൾ അടിമാലിയിലോട്ടുള്ള യാത്രയിലാണ് ഗൈസ് ബസ്സിൽ. നമ്മളങ്ങനെ അടിമാലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ചെറുതോണി ഇടുക്കി. അങ്ങനെ നമ്മൾ ചെറുതോണിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിശന്നതുകൊണ്ട് ഇവിടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വന്നിട്ട് കഴിച്ചിട്ട് നമ്മൾ നേരെ ഡാം കാണാൻ വേണ്ടിയിട്ട് പോകും. സൂപ്പർ ബീഫ് ഗൈസ്. ഞാൻ ചോറാണ് ഓർഡർ ചെയ്തത്. ചോറിൻ്റെ കൂടെ തന്ന സാധനങ്ങൾ ചോറ് ഓർഡർ ചെയ്ത് ബോട്ടിൽ വന്നിരിക്കുന്നു ഗൈസ്. ഹലോ ഗൈസ്, അവർ നമ്മൾ ഫുഡ് കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. തൗഫീഖ് ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. കിടില ഫുഡായിരുന്നു ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ ഡാം കാണാൻ വേണ്ടി പോവാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. നമ്മൾ ഡാം കാണാൻ ഇടുക്കി ഡാമിന് വലിയൊരു ആർച്ച്, അതുകൂടാതെ ചെറുതോണി ആർച്ച്. ചെറുതോണി ഡാമാണ് ഇടുക്കി ഡാം നടത്തിയപ്പോൾ തുറന്നു കൊടുത്താൽ ചെറുതോണി ഇതേ കൂടിയാണ്. പിന്നെ കുളമാവ് അങ്ങനെ മൂന്നെണ്ണം. എല്ലാം കൂടി 3 കവാടങ്ങൾ യോജിപ്പിച്ചാണ് ഇടുക്കി ഡാം. 3 ആർച്ചുകൾ യോജിക്കും. അങ്ങനെ നമ്മൾ ചെറുതോണി ഡാമിന്റെ ഷട്ടർ തുറക്കുന്ന സ്ഥലം കണ്ടെത്തി ഗായ്സ്. സൂപ്പർ അല്ലേ? ഒരു സൈഡിൽ കുറുവനും ഒരു സൈഡിൽ കുറവത്തി, അതിനിടയ്ക്കാണ് ഡാം കെട്ടിയേക്കുന്നത്. അവരിവിടെ അങ്ങനെ പറ്റില്ല ഇങ്ങനെ തന്നെ വർത്താനം പറഞ്ഞിട്ടുള്ള സമയത്ത് അങ്ങനെ ചരിത്രമുണ്ട്. കുട്ടിമലയും അതിന്റെ സെന്ററിൽ കൂടി 2 മലയുടെ സെന്ററിലാണ് ഈ ഡാം വന്നിരിക്കുന്നത്. ഈ ഡാമിന്റെ പ്ലാൻ പറഞ്ഞു കൊടുത്തത് കൊലുമ്പൻ എന്ന് പറഞ്ഞൊരു ആദിവാസിയാണ്. കൊലുമ്പൻ എന്നൊരു ആദിവാസിയാണ് ബ്രിട്ടീഷുകാർക്ക് ഇതിന്റെ പ്ലാൻ പറഞ്ഞത്. അതായത് ഇവിടെ പണിത് കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു കൊടുത്ത മൊത്തം അയാളാണ്. അയാൾ അടങ്ങിയിരിക്കുന്ന സ്ഥലം ഞാൻ മനസ്സിലാക്കി.
ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നു. ഗൈസ് നമ്മൾ ഡാം കാണാൻ വേണ്ടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഹിൽ വ്യൂ പാർക്ക്. ഓട്ടോ അങ്കിള് പറഞ്ഞു അങ്ങോട്ട് ചെന്നാൽ അത് കാണാം. അറിഞ്ഞുവിടാ, നോക്കാം. കുന്നാണ് ഗൈസ്. വലിയ ബാഗ് തൂക്കിയാണ് നടക്കുന്നത് ഗൈസ്. നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തു. ഒരാൾക്ക് 25 രൂപയാണ്. അഡൽട്ട്സിന് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയും 60 വയസ്സിന് മേലുള്ളവർക്കും 15 രൂപയും. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത് പോവാണ് ഗൈസ്. കുറേ നടക്കാനുണ്ട് ഗൈസ്. തകർന്നു. അതുകൊണ്ട് ഞങ്ങൾ ബാഗ് കൊണ്ട് അവിടെ വെച്ചിട്ട് വന്നു. അതാണ് ഗൈസ് ഇടുക്കിയുടെ താജ്മഹൽ. ആ കാണുന്നതാണ് ഗൈസ് ഇടുക്കിയുടെ താജ്മഹൽ. ഇത് ഫുള്ളും അണക്കെട്ടിലുള്ള വെള്ളമാണ്. നല്ല ആഴമാണ്. ആ ഗൈസ് ആ കാണുന്നതാണ് കുറവനും കുറവത്തെയും. ഇത് രണ്ടിൻ്റെ ഇടയിലാണ് ആ ഇടുക്കിയുടെ താജ്മഹൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് ഗൈസ് ഇടുക്കി ഡാം. ഇവിടെ കുട്ടവഞ്ചിയൊക്കെ ഉണ്ട്. ആയിരിക്കും അവിടെ ഗൈസ്. ഇവിടെ മീനുണ്ട് ഗൈസ്. കൂടെ നടന്നു വന്ന കാര്യം ഓർത്ത് നോക്ക്. ഇവിടെ സ്കൈ സൈക്കിളൊക്കെ ഉണ്ട് ഗൈസ്. അവിടെ കുറെ അഡ്വഞ്ചർ പാർക്കൊക്കെ ഉണ്ട്. ക്വാറി പൊട്ടിച്ചാണ് ചെറുതോണി ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. കയറി പോണം ഗൈസ് മുകളിലത്തെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. ഗൈസ് ഇപ്പം നമ്മൾ വാച്ച് ടവറിൻ്റെ മേളിലാണ്. വാച്ച് ടവറിൻ്റെ മേളിൽ നിന്ന് നമുക്ക് 2 ഡാമും സൂപ്പറായിട്ട് കാണാൻ വേണ്ടി പറ്റും. വ്യൂ കാണണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ ടവറിൻ്റെ മേളിൽ കയറിയാൽ മാത്രമേ നമുക്ക് വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മൂന്നാറെല്ലാം കാണാൻ വേണ്ടി പറ്റും. മൂന്നാർ ടൗൺ ഉൾപ്പെടെ. ആ കാണുന്നതാണ് മെഡിക്കൽ കോളേജ്, ഇടുക്കി മെഡിക്കൽ കോളേജ് ആണോ എന്തോ അറിഞ്ഞില്ല. എന്നാലും നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാം. ഓ ഗായ്സ് കോടമഞ്ഞൊക്കെ ഇറങ്ങി സെറ്റാണ് ഗായ്സ് ഇവിടെ. ഹായ് സൂപ്പർ എക്കോ ആണ് ഗൈസ്. ക്ലൈമറ്റാണ് ഗൈസ്. കോട ഇറങ്ങി ഒക്കെ സൂപ്പർ ഒരു ക്ലൈമറ്റ്. നല്ല തണുപ്പ്, നൈസ് കാറ്റ്. ആ ഗൈസ് വാച്ച് ടവർ. ഈ വാച്ച് ടവറിൽ നിന്നാലാണ് നമുക്ക് ബാക്കി ആ വ്യൂ എല്ലാം കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പോണു ഗൈസ് പോണു. ഗൈസ് ഓട്ടോ അങ്ങളെ വിളിച്ചിട്ട് തിരിച്ച് കിട്ടിയില്ല ഗൈസ്. അതുകൊണ്ട് നമ്മൾ നടക്കാൻ വേണ്ടി പോണു. ഫുള്ള് നടക്കാനൊന്നുമില്ല, 1 കിലോമീറ്റർ നടന്നാൽ തൊടുപുഴയിലോട്ടുള്ള ബസ് കിട്ടുമെന്ന് അവിടുത്തെ ചേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ ആ വാക്യം കേട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾ കേൾക്കുന്നുണ്ടോ കാടിൻ്റെ ശബ്ദം?
ഒരു ആന വരും. അവിടെ നിന്ന് വരുന്ന ഒഴുകി ഒഴുകുന്ന വെള്ളം ഇതിലെ കൂടി അടുത്ത് ചാലായി പോവുകയാണ് ഗായ്സ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്ന് ഇങ്ങെത്തി ഗൈസ്. വല്ല കരടിയോ പുലിയോ കടുവയോ ഉള്ള ഒരു സ്ഥലമാണെങ്കിലും അങ്ങനെ ഞങ്ങൾ നടക്കുവാണ്. ഞങ്ങളുടെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുവാണ് ഗൈസ്. ഇതാണ് ഗൈസ് ചെമ്പൻ കൊലുമ്പൻ്റെ സമാധി. അടുത്ത ബസ് കയറി ഗൈസ് കട്ടപ്പനയിലോട്ട് പോകാം. അവിടെ നമ്മൾ ബസ് പിടിച്ച് തിരുവനന്തപുരത്തോട്ട് പോകും. അവിടെ ബസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ പോകും. അങ്ങനെ നമ്മൾ കട്ടപ്പനയിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ ബസ്സുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കാം ബസ്സുണ്ടോ ഇല്ലയോ, വെയിറ്റ് ചെയ്യാണ് ഗൈസ്. നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടൊരു ഹോട്ടലിലിരിക്കുകയാണ്. അപ്പോൾ ബസ് കിട്ടുന്നില്ല നോക്കി ഇരുന്നപ്പോൾ അവസാനം കട്ടപ്പന ഡിപ്പോയിൽ വിളിച്ചു. ഫസ്റ്റ് അതിന് ശേഷം അവിടെ തന്നൊരു നമ്പറിൽ നമ്മൾ ഈ ഓൺലൈൻ ബസ് ബുക്ക് ചെയ്യുന്ന അവിടെ വിളിച്ചു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നേരെ കണ്ടക്ടറുടെ നമ്പർ തന്നു. അങ്ങനെ കണ്ടക്ടറിൻ്റെ നമ്പറിൽ ജസൻ്റെ കഠിന പരിശ്രമം കൊണ്ടാണ് ഇന്ന് സീറ്റ് കിട്ടിയത്. അങ്ങനെ നമുക്ക് ബസ് നമ്പറിൽ 9 മണിക്ക് ഇവിടെ എത്തുന്ന കട്ടപ്പനയിൽ എത്തുന്ന ബസ്സിൽ 45ഉം 46ഉം ബസ് നമുക്ക് കിട്ടിയിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ 9 മണിക്കായിരിക്കുമല്ലോ ബസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ കട്ടപ്പന ബസ് സ്റ്റാൻഡ് വൃത്തിയില്ല ഗൈസ്, ഒട്ടും വൃത്തിയില്ല. അതിനിപ്പോൾ രാത്രി ആയതുകൊണ്ടാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ ഒട്ടും വൃത്തിയില്ലാത്തൊരു സ്ഥലം. കുറേ പേര് ഇങ്ങനെ മദ്യപിച്ചൊരു സ്ഥലത്ത്, കുറേ പേര് ഛർദ്ദിച്ചൊരു സ്ഥലത്ത്, കുറേ പേര് പുകവലിച്ചൊരു സ്ഥലത്ത്, അങ്ങനെ ഒരു വൃത്തിയില്ലാത്തൊരു ബസ് സ്റ്റേഷൻ എന്ന് ഫീൽ ചെയ്തു. അപ്പോൾ എന്തായാലും ബസ് വരുന്നത് വരെ നമ്മൾ എവിടെയെങ്കിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകും. ഓക്കെ ഗൈസ്, നമ്മളെവിടെ നിൽക്കുന്ന ഗൈസ്? കൃത്യപ്രശ്നം കട്ടപ്പനയിൽ നിൽക്കുകയാണ് ഗൈസ്. ബസ് വെയിറ്റ് ചെയ്ത് ഭയങ്കര മഴ. നമ്മളങ്ങനെ ബസ്സിൽ കയറി ഗൈസ്. 45-46 ലാസ്റ്റിലാണ് ഗൈസ് നമ്മൾ നല്ല ട്രിപ്പായിട്ട് പോകും. ചേട്ടൻ ഉറങ്ങിപ്പോകും ഗൈസ്. ഉറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തിരുവനന്തപുരം. അപ്പം നമ്മളിപ്പോൾ കൊട്ടാരക്കരയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് കൊട്ടാരക്കരയിൽ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നേരെ ഇപ്പോൾ ട്രിവാൻഡ്രം സെൻട്രലിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഉച്ചമണി ട്രിപ്പ് അങ്ങനെ വിജയകരമായി സക്സസ് ആയിരിക്കുന്നു. അതെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സുരക്ഷിതമായി തിരിച്ച് ഞങ്ങളുടെ തിരുവനന്തപുരം എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.